السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أوصافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കാരണവന്മാരെ, നാട്ടുകാരെ, മാസത്തിലൊരിക്കൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കുടുംബ വിജ്ഞാന സദസ്സിലാണ് നാം അൽഹംദുലില്ലാഹ് ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. ഈ സ്ഥലം വളരെ ഹുർമത്തുള്ളതാണ്. നാം കേട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് അതിലേറെ പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന മഹത്തായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. തീർച്ചയായും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യം നിറഞ്ഞതും പ്രതിഫലാർഹവുമായ ഒരു കാര്യമായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സാലിഹായ ഒരു കർമ്മമായി സ്വീകരിച്ച് പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാലഘട്ടങ്ങളിൽ അനിവാര്യമായും നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ അംഗങ്ങളും മനസ്സിലാക്കുകയും അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം നന്മ നിറഞ്ഞ കുടുംബം, വീട് എന്നതാണ്. മനുഷ്യൻ ഏറ്റവും അധികം സന്തോഷം കണ്ടെത്തുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ചെന്നെത്താൻ നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, അതേതെങ്കിലും റിസോർട്ടുകളോ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ ഒന്നും അല്ല. മറിച്ച് അത് സ്വന്തം ആയിരിക്കണം. ലോകത്ത് എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സ് നമ്മുടെ വീട്ടിലായിരിക്കും. വീട് എന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അത് അവിടെ സമാധാനമുണ്ട്, അവിടെ ശാന്തിയുണ്ട്, അവിടെ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്, അവിടെ നമുക്കൊരു സ്വകാര്യതയുണ്ട്. നമുക്ക് സന്തോഷം വരുമ്പോ നമ്മുടെ വീടും സന്തോഷിക്കും. വീട്ടിലെ ഏതെങ്കിലും അംഗങ്ങളുടെ ഒരു കല്യാണമാണെങ്കിൽ ആ വീടിനെ നമ്മൾ മോടി കൂട്ടി പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി
ആ സന്തോഷത്തിൽ ആ വീട് കൂടി പങ്കെടുക്കും. അതേപോലെ ആ വീട്ടിലേതെങ്കിലും അംഗങ്ങൾക്ക് ഒരു സങ്കടമോ ദുഃഖമോ ഉണ്ടെങ്കിൽ അതിൽ ആ വീടും പങ്കുചേരും. മരണവീട് പോലെ എന്ന് ചില വീടുകളെ കുറിച്ച് നമ്മൾ പറയാനുള്ള കാരണം അവിടെ ആള് മരിച്ചിട്ടില്ലെങ്കിലും എന്തോ സങ്കടങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ വീടിനെ കുറിച്ച്, അല്ലെങ്കിൽ അവിടെ സന്തോഷങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. വീടിന് അറബിയിൽ പല പദങ്ങളും പ്രയോഗിക്കാറുണ്ട്. നമുക്ക് അറിയുന്ന പദങ്ങളാണ് അതൊക്കെ. അതിലൊന്ന് ബൈത്ത് എന്നാണ്. എല്ലാ കുട്ടികൾക്ക് പോലും അറിയാം വീടിന് പറയുന്ന പേര് ബൈത്ത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ ഏത് വാക്കുന്നുണ്ടായതാ? ബാത്ത യബീത്തു, രാത്രി കിടന്നുറങ്ങാം അല്ലെ? അതിനുള്ള ഒരു കേന്ദ്രമാണ് ബൈത്ത് എന്ന് പറയുന്നത്. വീടിന് ദാർ എന്ന് പറയും. ദാറുൻ, ദാറ യദൂറു എന്ന് പറഞ്ഞ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, ചുറ്റിക്കറങ്ങാന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുക. അടുക്കളയിലെ ഉമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ നോക്കിയാല് വീടിന്റെ ഉള്ളിലൂടെ അവര് ചുറ്റിക്കറങ്ങുന്ന ആ ദൂരവും അകലവും കണക്കൂട്ടി നോക്കിയ കിലോമീറ്ററുകൾ വരും ശരിക്കും ഒരു ദിവസം തന്നെ. അപ്പൊ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന സ്ഥലം മൻസിൽ എന്ന് പറയും. വീടിന് ഇറങ്ങി താമസിക്കാനുള്ള സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. അതിലേറെ അർത്ഥവത്തായ ഒരു വാക്കാണ് മസ്കൻ, മസാക്കിൻ, സെക്കൻ എന്നൊക്കെ പറയുന്നത്. അതെന്താ? ശാന്തിയുടെ കേന്ദ്രം എന്നാണ്. സക്കീനത്ത് എന്ന് പറഞ്ഞാല് ഇതൊക്കെ, ഈ പദങ്ങളൊക്കെ വീടിന് പറയുന്നതാണ്, വീടിന് യോജിക്കുന്നതാവണം. ശാന്തിയും സമാധാനം ആ വീട്ടിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് വീടിന് മസ്കൻ എന്ന് പ്രയോഗിക്കുന്നത്. എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും മനസ്സ് ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ഒരു കവി പറഞ്ഞ ഒരു വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴല്ലേ മക്കളെ നിങ്ങൾ അറിഞ്ഞിടുന്നു, നാടായ നാടൊക്കെ ചുറ്റിക്കറങ്ങിയാലും വീടാണ് ലോകം, വലിയ ലോകം. എവിടെ പോയി കണ്ടാലും ശരി ആ വീടിനൊക്കൂല. ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷത്തിനും സമാധാനത്തിനൊക്കില്ല വേറെ എവിടെ ചെന്ന് എത്ര വലിയ കാഴ്ചകൾ കണ്ടാലും. പക്ഷെ എപ്പോഴാണ് ഒരു വീട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മസ്കൻ ആയിത്തീരേണ്ടത്? അത് ആ വീടിന് ഒരുപാട് സ്ക്വയർ ഫീറ്റ് വിസ്താരം ഉണ്ടാവുമ്പോഴാണ് ആ വീട് സമാധാനത്തിന്റെ അല്ലെങ്കിൽ ശാന്തിയുടെ കേന്ദ്രമായി തീരാ. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന അങ്ങനെയാണ്, കുറച്ച് സ്ക്വയർ ഫീറ്റ് വേണം, അല്ലെങ്കിൽ ധാരാളം സൗകര്യങ്ങൾ, ഒന്നിനും കുറവില്ലാത്ത ഫർണിച്ചറുകളും ഭൗതിക സൗകര്യങ്ങളും ഉണ്ടാകുമ്പോഴാണോ ആ വീട് നല്ല വീടാണ് എന്ന് പറയാം? അല്ലെങ്കിൽ അവിടെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുമ്പോഴാണോ ആ വീട് സമാധാനത്തിന്റെ കേന്ദ്രം എന്ന് പറയാം? ഒരിക്കലുമല്ല. വീട് വെക്കാൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രവാസികളുടെ അവസ്ഥ അതാണല്ലോ. എന്തിനാ പോണെന്ന് ചോദിച്ചാൽ ഒരു വീടുണ്ടാക്കുന്നത് വരെ എന്നാണ് പല ആളുകൾക്കുള്ള മറുപടി, അല്ലേ? നമ്മുടെ നാട്ടിലെ പല വീടുകളും ഗൃഹനാഥനില്ലാത്ത അനാഥമാകുന്ന വീടുകൾ ധാരാളം നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് അവര് തിരിച്ചെത്തുന്നു. ആ വീട്ടില് സമാധാനക്കുറവാണ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ആരോ അവരെ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, അതാണ് സമാധാനം. അങ്ങനെ കുറെ അധ്വാനിച്ചിട്ട് അവസാനം വലിയൊരു വീടുണ്ടാക്കുക, അതാണ് ഏറ്റവും സന്തോഷം എന്ന് ചില ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് അത്യാവശ്യം ജീവിക്കാനുള്ള വകണ്ടെങ്കിലും ഇവിടെ നിന്ന് നാട് വിട്ടിട്ട് കാലങ്ങളോളം സ്വന്തം മക്കളെയും ഇണയെയും ഒക്കെ വിട്ടിട്ട് പോകുന്നത്. അങ്ങനെ കാലിയായി കിടക്കുന്ന വീടുകളുണ്ട്. ഒരുപക്ഷെ തിരിച്ച് താമസിക്കാൻ പോലും അവസരം ലഭിക്കാത്ത ദുരവസ്ഥയും അനുഭവപ്പെടാറുണ്ട്. പല അനുഭവങ്ങളിൽ നമ്മൾ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കാം, മൻ നജാ, റസൂൽ എന്താണ് യഥാർത്ഥത്തിൽ വിജയം? അതിന് 3 മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കണം, നിനക്ക് വിജയം കിട്ടും. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നാവിനെ നിയന്ത്രിച്ചാൽ ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും നമ്മൾ വിജയിക്കും.
രണ്ടാമത് റസൂൽ പറഞ്ഞ വൽ യസഅക ബൈതുക എന്നാണ്. വിജയത്തിന്റെ അടയാളം നിന്റെ വീട് നിനക്ക് വിശാലമാകണം. അതാണ് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട്. വീട് നിനക്ക് വിശാലമാകണം, അപ്പോ നിനക്ക് വിജയം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. വീട് വിശാലമാകണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര സ്ക്വയർ ഫീറ്റ്, അതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്? ഒരിക്കലും അല്ല, അല്ലെ? നമ്മുടെ ജില്ലയിൽ ഈ അടുത്തൊരു വീട് ഉദ്ഘാടനം കഴിഞ്ഞു, അല്ലെങ്കിൽ കുടിയിരിക്കൽ കഴിഞ്ഞു, ഇപ്പൊ അടുത്താണ്. 40,000 സ്ക്വയർ ഫീറ്റ് ആണ് അത്ര അതിന്റെ വിസ്തൃതി. ഇതാണോ യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. നിന്റെ മനസ്സിന്റെ സംതൃപ്തി, മനസ്സിന്റെ സമാധാനം, നമ്മുടെ മനസ്സിന്റെ ആസ്വാദനമായി നമ്മുടെ വീട് മാറുമ്പോഴാണ് നമുക്ക് വീട് വിശാലമാവുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ 2000, 3000, 4000 ഒക്കെ സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും പലപ്പോഴും നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാ? ആ വീട് വിശാലം അല്ലാത്തോണ്ടല്ല. AC ഫുൾ സ്വിങ്ങിലിട്ടാലും അല്ലെങ്കിൽ എല്ലാ റൂമുകളിലും ഫാന് കറങ്ങിയാലും ചിലപ്പോ അതിന്റെ ഉള്ളിലുള്ള മനുഷ്യന്മാര് വിയർത്തുകൊണ്ടിരിക്കും. അത് സൗകര്യക്കുറവുകൊണ്ടല്ല, അതിന് മറ്റു പല കാരണങ്ങളാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക, തീർച്ചയായും. അപ്പൊ വീട് ശരിക്കും നമ്മുടെ മനസ്സിന് കുളിർമയും തണുപ്പും സന്തോഷവും നൽകുന്നതാകണം. ഞാൻ ആമുഖമായിട്ടായി വിഷയങ്ങളൊക്കെ പറയുന്നത് ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മുടെ മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നതാവണം നമ്മുടെ ഓരോരുത്തരുടെയും വീട്. ഇപ്പൊ പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡ്, ബ്രോസ്റ്റോ, മന്തിയോ അൽഫാമോ ഒക്കെ കഴിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഒരു സുഖം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനുണ്ടാകണം. ചിലപ്പോ അവിടെ കിട്ടുന്ന ഭക്ഷണത്തെക്കാൾ രുചി കുറവായിരിക്കും. രുചിക്ക് കൃത്രിമമായ പദാർത്ഥങ്ങളൊന്നും നമ്മുടെ ഉമ്മയോ ഭാര്യയോ നമ്മുടെ സഹോദരിമാരോ അതിൽ ചേർക്കുന്നില്ല എന്ന് വരാം. ചിലപ്പോ വേവ് കൂടിയിട്ടുണ്ടാവും, ചിലപ്പോ ഉപ്പ് കുറവുണ്ടാവും, എരിവ് അധികം ഉണ്ടാവും. എന്നാലും അവിടെ നിന്ന് കഴിക്കുമ്പോ കിട്ടുന്നതിനേക്കാൾ കാരണം എന്താണെന്നറിയോ? ഇതില് അജിനമോട്ടോ ചേർക്കുന്നതിന് പകരം അവര് ചേർത്തിട്ടുള്ളത് സ്നേഹം ചാലിച്ച ഭക്ഷണമാണ്, അല്ലേ? സ്നേഹം ചാലിച്ച ഭക്ഷണമാണ്. അപ്പോഴാണ് ആ ഭക്ഷണത്തിന് രുചി ഉണ്ടാവുക എന്നതാണ്. അതില്ലെങ്കിലോ എത്ര സുഭിക്ഷമായ ഭക്ഷണമാണെങ്കിലും ശരി, അതിന് രുചി അനുഭവപ്പെടുകയില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സന്തോഷം നമ്മുടെ കുഞ്ഞു മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഈ കാലത്ത്? ആലോചിച്ചു നോക്കൂ. അതല്ല, മക്കളിങ്ങനെ വന്ന് തോണ്ടിയിട്ടും എത്ര വിളിച്ചിട്ടും അവര് മടിയിൽ കയറാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ തല ഉയർത്താതെ നോക്കി നിൽക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് നമുക്ക് വിശാലമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞത് ഈ ഒരു കാഴ്ചപ്പാടിലാണ്. അതായത് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്ന വീടും കുടുംബവും ആയിത്തീരണം. അപ്പോഴാണ് വീട് നമുക്ക് വിശാലമായതാവുക എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെയാണ് വീടിനെ സമാധാനത്തിന്റെ മസ്കൻ ആക്കി മാറ്റാൻ പറ്റുക? വീടിന് ചിലപ്പോൾ പേരൊക്കെ നമ്മൾ മനസ്സിൽ മസ്കൻ, അല്ലെ, സമാധാനത്തിന്റെ കേന്ദ്രം എന്ന പേരിട്ടത് കൊണ്ട് ആ വീട്ടിൽ സമാധാനം കിട്ടിക്കൊള്ളണമെന്നില്ല. എപ്പോഴാണ് ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാവുക? അതിലൊന്നാമത്തെ വിഷയം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടുന്ന ഒരു അന്തരീക്ഷവും ഒരു ചുറ്റുപാടും ആ വീട്ടിൽ ഉണ്ടാകുമ്പോഴാണ് എത്ര ഇടുങ്ങിയതാണെങ്കിലും എത്ര വിശാലമായതാണെങ്കിലും എത്ര സൗകര്യങ്ങളുള്ളതാണെങ്കിലും സൗകര്യക്കുറവുള്ളതാണെങ്കിലും എത്ര മുന്തിയ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും അല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ഈ ഒരു സംഗതി ഉണ്ടോ അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആ ഒരു സമാധാനവും സന്തോഷവും ലഭിക്കും. അതിനൊന്നാമത് വേണ്ടത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ആ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങൾക്കും ഉണ്ടാകേണ്ടത്.
ഒരൊറ്റ ഉദാഹരണം നോക്കുക. നമസ്കാരത്തിന്റെ വിഷയം ആ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആണുങ്ങൾ പോലും സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് പറയാൻ എന്തത്ര വലിയ കാരണം അല്ലെ? നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ പുണ്യവും കൂലി നമുക്കറിയില്ലേ? എത്ര മഹത്വത്തോടു കൂടിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് ആണുങ്ങൾ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ്. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫറളായ നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആണുങ്ങൾക്ക് നിർബന്ധമാണ്. എന്നാൽ അതോടൊപ്പം ആ ഫറളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അവര് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ അവർക്ക് പുണ്യവും കൂലിയും കിട്ടുന്നത് വീട്ടിൽ നിസ്കരിക്കുന്നതാണ്. നമുക്കറിയാത്ത കാര്യമല്ലല്ലോ അത്. എന്തിനാ? എന്തായിരിക്കും അതിലടങ്ങിയ രഹസ്യം? എന്നിട്ട് റസൂൽ പറയാ, ലാ തജഅലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടങ്ങളാക്കി മാറ്റരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാണ് റസൂലുള്ളാഹ്, വീടുകളെ കബറിടങ്ങളാക്കരുത്. കബറിടങ്ങളിൽ നിസ്കാരം ഉണ്ടാവില്ല, അത് റസൂല് പറയാ. അപ്പോ വീടുകൾ, ഒരു നിസ്കാരമില്ലാത്ത വീടുകൾ, ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവര് വീട്ടിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോ അതിനൊരു ബർക്കത്തും ഖൈറും ഒരു സന്തോഷവും, പ്രത്യേകിച്ച് അവിടെയുള്ള കുട്ടികൾക്ക് ഈ നമസ്കാരം കണ്ടു വളരാനും ശീലിക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു അവസരം ഉണ്ടാക്കുക എന്നതുകൂടിയാണ് അല്ലെ? സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവർക്ക് വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലും പള്ളിയിൽ പുരുഷന്മാർ പോയിട്ട് നിസ്കരിക്കുന്ന 27 ഇരട്ടി കൂലി പെണ്ണുങ്ങൾക്ക് വീട്ടിൽ വെച്ച് വാങ്ങാൻ പറ്റും. എത്ര സ്ത്രീകൾ ആ കാര്യം ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് വീട്ടില് സമാധാനവും സന്തോഷവും കുളിർമയും കിട്ടുന്ന വീടുകളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞ്, അള്ളാഹുമായിട്ട് ആ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള ബന്ധത്തിന്റെ കാര്യം നമ്മൾ ആലോചിക്കുകയും പുനരാലോചന നടത്തുകയും ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, ഖുർആൻ പാരായണം, ഖുർആനിന്റെ ഓത്ത്. നമ്മുടെ വീട്ടിൽ എത്ര ആളുകൾ ഓതാറുണ്ട്? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന മക്കളുണ്ട്. പ്രായമുള്ള ഡിഗ്രിക്കും അതിനപ്പുറമൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്നാ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന് ഖുർആൻ ഓതിയിട്ട് പിന്നെ എന്ത് പഠനത്തിലേക്ക് കടക്കുകയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. അതുപോലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഇതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകൾ, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തിട്ട് ഇറങ്ങുന്ന മനുഷ്യന്മാർ, അന്നത്തെ ജീവിതത്തിൽ, അന്നത്തെ ദിവസത്തിൽ അവരുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു സന്തോഷം, അത് വേറെ എവിടെ നിന്നും നമുക്ക് എത്ര വില കൊടുത്താലും, വീട് എത്ര വലിപ്പുണ്ടെങ്കിലും, സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും, അവിടെ എത്ര മുന്തിയ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും കിട്ടാത്ത ഒരു സമാധാനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നമുക്കറിയാലോ, പ്രായമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം. മഗ്രിബ് ഇന്നൊക്കെ നമ്മുടെ എത്ര മക്കൾ ഇപ്പൊ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ഭൂരിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാ. ബൂട്ടും ജെയ്സിയും അഴിച്ചിങ്ങനെ വരുന്നുണ്ടാവും. ഏതെങ്കിലും ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. മാപ്പിള കുട്ടികളാ മുസ്ലിം കുടുംബങ്ങളുടെ വീട്ടിൽ. അവരുടെ മഗ്രിബ് ഇനി എപ്പോഴാ വീട്ടിൽ ചെന്ന് കുളിച്ചിട്ട് നിസ്കരിച്ചോ ഇല്ലേ, ആരാ അന്വേഷിക്കുന്നത് അല്ലെ? പണ്ട് കാലത്ത് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോടുകൂടെ എല്ലാ ചെറിയ മക്കളെപ്പോലും ഉമ്മമാരൊക്കെ വിളിച്ചു കൂട്ടി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ബാങ്ക് വിളിക്കുന്നതോടുകൂടെ നിസ്കാരമൊക്കെ നിർവഹിച്ച് പിന്നീട് ആ വീട്ടിൽ എപ്പോഴും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും അല്ലെ, പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. തസ്ബീഹും തഹ്മീദും തഹ്ലീലും ഒക്കെ മക്കൾ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും അല്ലെ? വീടിന്റെ മുമ്പിലൂടെ പോകുമ്പോ തന്നെ ആ ശബ്ദം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ഇന്ന് ആ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താ, അല്ലെങ്കിൽ വല്ല ശബ്ദം ഉണ്ടോ? ഒക്കെ സൈലന്റ് ആയിട്ട് മൊബൈൽ ഫോണിലാണ്, നിശബ്ദമായിട്ട്. ഒരുപാട് ആളുകൾ ആ വീട്ടിലുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ ഈ സമാധാനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ട. അങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ. എനിക്കും നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. അള്ളാഹുവിന്റെ നാമങ്ങൾ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളെ കുറിച്ചും പെണ്ണുങ്ങളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നു. രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുകയും ഇണയെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നവർ, ആണുങ്ങൾ നീക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെയും, പെണ്ണുങ്ങൾ നീക്കുകയാണെങ്കിൽ ആണുങ്ങളെയും വിളിച്ചുണർത്തിക്കൊണ്ട് ആ വീട്ടിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു സ്വഭാവം.
സുബഹി നമസ്കാരത്തിന് പോലും വാപ്പ മാത്രം ബുദ്ധിമുട്ടി, തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് പ്രായമുള്ള ആളുകൾ പള്ളിയിലേക്ക് പോവുകയും ബാക്കിയുള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുകയുമാണോ? അങ്ങനെയുള്ള ഒരുപാട് വീടുകളുണ്ട്. പലരും പല സമയത്ത് ഉണരുന്നവരാണിപ്പോൾ. മദ്രസയിൽ പോകാനുള്ള കുട്ടികളുണ്ടെങ്കിൽ ഓല് മദ്രസയിൽ പോണ സമയത്ത് എണീക്കുക, അല്ലെ? ജോലിക്ക് പോകാനുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകുന്ന സമയത്ത് എണീക്കുക. സ്കൂളിൽ പോകാനുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ആ സമയത്ത് എണീക്കുക. അങ്ങനെയുള്ള ഒരവസ്ഥയായിട്ടുണ്ട് ഇന്ന് പല വീടുകളും എന്നതാണ്. എന്നിട്ട് ഉമ്മ ചിലപ്പോ നേരത്തെ എണീക്കും, ഭക്ഷണം പാകം ചെയ്ത് മേശപ്പുറത്ത് ഇങ്ങനെ വെക്കും. ഓരോ സമയത്ത് പുറത്തിറങ്ങി പോകുന്ന മക്കൾ ഇങ്ങനെ വല്ല ലോഡ്ജ് പോലെ അവരിങ്ങനെ അവർക്ക് തോന്നുന്ന സമയം എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണശീലം, അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം, അതുപോലും ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വിളക്കുകൾ തെളിയുന്ന വീടുകൾ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ആ വീട്ടിലെ ഏതെങ്കിലും ഒരംഗത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നത് നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. അങ്ങനെ തന്നെ അല്ലേ എന്നുള്ളത്. ഇബാദത്ത് കൊണ്ട് മുഖരിതമാകുന്ന, അല്ലെങ്കിൽ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നല്ല ആശയങ്ങൾ പങ്കുവെക്കുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ തീർച്ചയായും ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. പുതിയ കാലത്ത് എന്തൊക്കെ വാർത്തകളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടിലും കേൾക്കുന്നത്. അതൊരുപക്ഷെ നമ്മുടെ വീട്ടിൽ ആയിക്കൂടുന്നില്ല, അല്ലേ? എപ്പോഴും അത് നമ്മുടെ വീട്ടിലേക്കും കയറി വരാവുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ആ വീട്ടിലെ രക്ഷിതാക്കൾ തന്നെയാണ് അതിന് വഴി കാണിക്കേണ്ടത്, മാതൃകയാകേണ്ടത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശ്വാസവും സന്തോഷവും ഒക്കെ വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നുള്ളതാണ്. നമുക്ക് പലരെയും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും. പുറത്തുള്ള ആൾക്കാരൊക്കെ, ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ്, എനിക്ക് പഠിപ്പിക്കുന്ന കുട്ടികൾ ഒരുപാട് ഉപദേശിക്കാനും ചിലപ്പോൾ അവരെ നന്നാക്കാനും എനിക്ക് പറ്റും. എന്നാൽ സ്വന്തം വീട്ടിലെ ഉമ്മാക്കും പാപ്പാക്കും മക്കളെ ഉപദേശിച്ച് നന്നാക്കാം എന്നത് വെറും ഒരു സ്വപ്നമായിരിക്കും. ഉപദേശിച്ചിട്ട് നന്നാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ആ മക്കള് ഒരുപക്ഷെ 24 മണിക്കൂറും അല്ലെങ്കിൽ അധിക സമയവും ഈ ഉമ്മാനെയും പാപ്പാനെയും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഉപദേശമല്ല സ്വീകരിക്കുന്നത്, അതിലേക്കല്ല ശ്രദ്ധിക്കുന്നത്, ആ ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. ഒരു അധ്യാപകനാണെങ്കിൽ അയാൾ ആ ക്ലാസ് സമയം കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ കാണുന്നില്ല. അയാൾ പറയുന്നതും അയാൾ ജീവിക്കുന്നതും എങ്ങനെ എന്നുള്ളത്, അതിന്റെ ബന്ധത്തെ കുറിച്ച് അറിയുന്നില്ല. എന്നാൽ ഒരു ഉമ്മ, ഒരു വാപ്പ കുട്ടിയെ ഉപദേശിക്കുമ്പോ ആ ഉപദേശം കുട്ടി സ്വീകരിക്കണമെങ്കിൽ ആ ഉപദേശിക്കുന്ന ഉമ്മയും വാപ്പയും അതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നവരായി എങ്കിലേ ആ മക്കൾ ഉപദേശം സ്വീകരിക്കുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ ഉപദേശിച്ച് നന്നാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ അവർക്ക് നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മുടെ വീടിലും കുടുംബങ്ങളിലും ഉള്ളത്. ഓരോരുത്തർക്കും റൂമുകളുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുണ്ട്. നമ്മുടെ വീടുകളൊക്കെ വല്ലാതെ ആഡംബരപൂർണമായിരിക്കുന്നു. പക്ഷേ അവിടെ ആശയവിനിമയങ്ങളും അതുപോലെ തന്നെ നല്ല വർത്തമാനങ്ങളും സന്തോഷത്തിന്റെ പങ്കുവെക്കലുകളും അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ പാതിരാത്രികളിൽ, ഇപ്പോ നമ്മുടെ കുഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അറിയാം നമുക്ക് 11 മണിക്കും 12 മണിക്കും അതിനുശേഷം പോലും അങ്ങാടികളിൽ ഓകുപാലത്തിന്റെ മുകളിലും അല്ലെങ്കിൽ ബൈക്കിലിരുന്നു കൊണ്ടും കാറിന്റെ ഗ്ലാസുകൾ പൊക്കിക്കൊണ്ട് ആ കാറിന്റെ ഉള്ളിലിരുന്നു കൊണ്ടുമൊക്കെ ആ സമയത്ത് പോലും ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കാണാൻ ധാരാളം നമുക്ക് കഴിയും. ഈ കാലഘട്ടത്തിൽ അവർക്കൊന്നും വീടുകളില്ലേ? അവർക്കൊന്നും രക്ഷിതാക്കളില്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. രാത്രി 12 മണിക്ക് പോലും പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. എന്താണ് പ്രിയമുള്ളവരെ, 10 മണിക്ക് ഈ വീടിന്റെ വാതിലടയും എന്നൊരു വാക്ക് ആ മക്കളോട് പറയാൻ എന്താ ഉമ്മാക്കും വാപ്പാക്കും ഇത്ര വലിയ പ്രയാസം? അത് കഴിഞ്ഞ അവിടെ തുറക്കൂല എന്ന് പറയാൻ ആരെയാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ ഒരുപക്ഷെ അവനാണിപ്പോൾ വീട്ടിലെ ചെലവ് നോക്കുന്നത് എന്ന ഒരു പേടി ഉണ്ടായിരിക്കും ചില രക്ഷിതാക്കൾക്കൊക്കെ. അതുകൊണ്ട് പറയാൻ മടിയാണ്. അവനോട് എങ്ങനെ പറയാം?
ഓന്റെ വരുമാനം കൊണ്ടപ്പോ ജീവിച്ചു പോകുന്നത് എന്ന് പറയുന്ന ആളുകൾ അല്ലേ, അതൊരു ദുരന്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്ത്? ഉടമയെ പ്രസവിക്കുന്ന അടിമകൾ, അടിമ സ്ത്രീകൾ. ഇത് കുറെ കാലം മുമ്പൊന്നും എനിക്ക് ഇതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്താണ്? അൻ തെലിദൽ അമതു റബ്ബതഹാന, ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് അവസാന കാലത്ത് ചില സ്ത്രീകൾ പ്രസവിക്കുന്നത് അവരുടെ യജമാനന്മാരെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴാ മനസ്സിലായത് ഈ പറഞ്ഞ സംഗതിയാണ് അത്. എന്താണ്? ഉമ്മമാരെയും അല്ലെങ്കിൽ വാപ്പമാരെയും ഒക്കെ ഭരിക്കുന്ന മക്കൾ ഉണ്ടായിത്തീരുന്നു എന്നതാണ്. അതിന് കാരണം നമ്മൾ ആരെയും പഴിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഈ രക്ഷിതാക്കൾ തന്നെ ആക്കിയെടുക്കുന്നതാ, ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് അല്ലേ. തന്റെ കീഴിൽ നിൽക്കാത്ത അല്ലെങ്കിൽ തനിക്ക് വഴങ്ങാത്ത, തനിക്ക് അനുസരണ കാണിക്കാത്ത മക്കൾ ഉണ്ടായിത്തീരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഏത് മക്കളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ജൂതനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും മജൂസിയാക്കുന്നതും ഒക്കെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്ന മക്കളെ ഈ താന്തോന്നിയാക്കുന്നതും തോന്നിവാസിയാക്കുന്നതും ഒക്കെ ഈ മാതാപിതാക്കൾ തന്നെയാണ്. ഒരു സംശയമില്ല. അവരുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയാണ്, ആ രംഗത്തുള്ള അവരുടെ അലസതയാണ്. അതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകൾ അസമാധാനത്തിന്റെയും അതുപോലെ തന്നെ ദുരന്തങ്ങളുടെയും ഒരു പ്രേതഭൂമിയായി കൊണ്ടിരിക്കുന്നു എന്നത് പലപ്പോഴും നമ്മൾ അനുഭവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ. അപ്പൊ നമ്മുടെ വീടുകൾ നല്ല ആശയങ്ങൾ മക്കളുമായി പങ്കുവെക്കുന്ന, അതുപോലെ തന്നെ ദീനുമായിട്ടുള്ള സംസാരങ്ങൾ, ഇടക്കിടക്ക് നല്ല നല്ല ഉപദേശങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്ന മക്കൾ ഉണ്ടാകണം. അതിനിങ്ങനെ നീ ആരാ എന്നോട് പറയാൻ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടാവരുത്. അങ്ങനെ നല്ല ഒരു ബന്ധത്തിലായിരിക്കുന്ന, നല്ല ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയും പരസ്പരം എപ്പോഴും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു ആ ഒരവസ്ഥ. കുഞ്ഞുണ്ണി മാഷ് ഇത് പറയുമ്പോ സത്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലത്താണ്. അദ്ദേഹം പാടിയ ചെറിയൊരു കവിതാശകലം, എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം എന്നാൽ നമുക്കില്ലൊരു ലോകം എന്നാണ്. എന്താ അർത്ഥം? എനിക്കൊരു ലോകമുണ്ട്, മക്കള് വേറെ ലോകത്താണ്, മാതാപിതാക്കൾ വേറെ ലോകത്താ, എന്നാൽ നമുക്ക് രണ്ടാൾക്കും കൂടാൻ പറ്റിയ ഒരു ലോകമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം. ആ ഒരു അവസ്ഥ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. നമ്മുടെ മക്കൾ അങ്ങനെ ഈ സംസ്കാരം കൃത്യമായി കിട്ടാത്ത മക്കളാണ് പിന്നെ പുറത്തു പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ നാട് തന്നെ വിട്ടു പോകേണ്ടി വരുമ്പോ ആ മക്കളുടെ അവസ്ഥ ഇപ്പോ കഴിഞ്ഞ ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ നമ്മൾ കേട്ട അപകട വാർത്തകളൊന്ന് ആലോചിച്ചു നോക്കൂ, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും പത്രങ്ങളൊന്നും പൂർണ്ണമായും അതിന്റെ വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പുറത്തുവിടുന്നില്ല. എന്തേ കാരണം എന്നറിയോ? ഒരു പെൺകുട്ടിയുടെ കൂടെ ബൈക്കിൽ പോകുമ്പോ മരം ഒടിഞ്ഞു വീണതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആറ്റിൽ പോയി വീണതോ, അപ്പുറത്ത് മുൻഭാഗത്തിരിക്കുന്നത് ഒരു മുസ്ലിം ആൺകുട്ടിയാണ്, പിന്നിലുള്ളത് ഒരു പെൺകുട്ടി, അതേതോ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. അങ്ങനെ എത്ര അപകടങ്ങൾ ഈ ഒരു 1-2 മാസക്കാലത്തിനുള്ളിൽ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ മക്കളെ വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക്, കേരളത്തിലോ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് പുറത്തു പോലും പോയി പഠിക്കുന്ന കുട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. എവിടെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കാനഡയിലും യൂറോപ്പിലും അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കും വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ള രക്ഷിതാക്കളെ ആലോചിച്ചു നോക്കുക. നമുക്കൊരു പക്ഷെ പറയും നമ്മള്, എന്റെ മക്കളൊന്നും അങ്ങനെ ഒരു പ്രശ്നത്തിലും പോയി പെടൂല എന്ന്
പറയുന്നുണ്ടെങ്കിലും അതിലൊരു യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ അതിലൊരു സത്യമോ ഉണ്ടായിരിക്കുകയില്ല എന്ന അവസ്ഥയുള്ള ഒരു കാലഘട്ടമാണ് എന്നാണ്. എല്ലാവരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമാന്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടോ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഈ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയിട്ടാണ്, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അല്ലെ, ഇപ്പോ ലിബറലിസത്തിന്റെ ചർച്ചകൾ അതിലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലം, അതിന്റെ കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഏത് കോളേജിൽ പോയാലും കുട്ടികൾക്കൊക്കെ വേണ്ടത് ഇതാണ്, സ്വാതന്ത്ര്യമാണ്, പൂർണ്ണ സ്വാതന്ത്ര്യം. അതാണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ. അതിന് ഒരു അതിരുകളുമില്ല. അതുകൊണ്ടാണല്ലോ അതിലേക്ക് കുട്ടികൾ ഇങ്ങനെ കൂടുതൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാ വേണ്ടത്. ഉമ്മാനോട് ബാധ്യതല്ല, ഉപ്പാനോട് ബാധ്യതല്ല, തന്റെ ജ്യേഷ്ഠാനുജന്മാരെന്നോ സഹോദരി സഹോദരൻ വീട്ടിലെ മറ്റ് അംഗങ്ങളെന്നോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്. എന്റെ ശരീരം, അത് മാത്രം നോക്കിയാൽ മതി. എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്തൊക്കെ ഈ ലോകത്തുണ്ടോ അതൊക്കെ ശരിയാണ്. മദ്യം കഴിച്ചിട്ടാണ് സന്തോഷം കിട്ടുന്നത്, അതുകൊണ്ട് മദ്യപാനം തെറ്റാ എന്ന് ഞാൻ പറയില്ല. അത് ശരിയാണ്, എനിക്ക് സന്തോഷം കിട്ടും. എന്റെ ശരീരത്തിന് കുളിർമയും സന്തോഷവും നിർവൃതിയും കിട്ടുന്നതൊക്കെ ശരിയാണ് എന്നതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ അപകടകരമായ വാദം. മറ്റൊന്ന്, എനിക്കാരോടും കടപ്പാടുകളില്ല, ഉത്തരവാദിത്തങ്ങളില്ല. ഞാൻ കല്യാണം കഴിക്കണം എന്ന് എന്നെ ആരും നിർബന്ധിക്കാൻ പാടില്ല. പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഗർഭിണിയാവണമെന്ന് ആർക്കും എന്നെ നിർബന്ധിക്കാൻ പാടില്ല. ഞാൻ പ്രസവിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ കുഞ്ഞിന് മുല കൊടുക്കണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, തിയറി ഓഫ് ഹാപ്പിനെസ്, അതാണ് അവര് പറയുന്നത്. എനിക്ക് സന്തോഷം കിട്ടുന്നതൊക്കെ ശരിയാ, അതൊക്കെ ഞാൻ ചെയ്യും. അത് ചെയ്യണ്ടെന്ന് എന്നോട് ആരും പറയാനും പറ്റൂല. അത് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം ഇതെന്റെ ശരീരമാണ്, എനിക്കതിൽ പൂർണ്ണമായ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വളരെ അപകടകരമായ വാദങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന യുവാക്കളിലേക്കും യുവതികളിലേക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളിലേക്ക് വളരെ വേഗത്തിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? ചെറുപ്പകാലത്ത് അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് കിട്ടേണ്ടതുപോലെ കിട്ടിയിട്ടില്ല സംസ്കാരവും മര്യാദയും. അത് രക്ഷിതാക്കൾ തന്നെയാണ് ഉത്തരവാദികൾ. എന്നാൽ ചില വീടുകൾ ഇതിന് അപവാദമായിട്ട്, ചില കുടുംബങ്ങളെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. ഏത് പരിതസ്ഥിതിയിലും ഏതൊരു പരീക്ഷണ ഘട്ടങ്ങളിൽ എത്തിപ്പെട്ടാലും പടച്ച റബ്ബിനെ ആലോചിക്കുകയും ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുകയും ആ റബ്ബിനെ ഭയപ്പെടുകയും ചെയ്യുന്ന മക്കൾ, അത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതെങ്ങനെയുണ്ടായി? അത് നമുക്ക് മാതൃകയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബമായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഇന്നത്തെ സമൂഹത്തിൽ ലജ്ജയും നാണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലിബറലിസം ആദ്യമായി ചെയ്യുന്നത് അതാ. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എന്തിനാണ് ലജ്ജ, എന്തിനാണ് നാണം, എന്തിനാണ് ഉളുപ്പ്, അല്ലെ, അതില്ലാതാക്കുക. ഈ പിശാച് വിജയിച്ചതും ആ രംഗത്താണ്. പിശാച് ആദ്യം തന്നെ ചെയ്തത് നമ്മുടെ പൂർവ്വ പിതാക്കളായിട്ടുള്ള ആദം നബിയെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവരുടെ നാണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാ ചെയ്ത്. ഇല്ലേ, നമുക്കറിയാലോ, വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിങ്ങൾ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ പിശാച് അവരെ ചെന്ന് ദുർബോധനം നടത്തിയത്, നിങ്ങൾ ആ പഴം കഴിച്ചാൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ സ്ഥിരവാസം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രലോഭിപ്പിച്ചത്. അള്ളാഹുവിന്റെ വചനങ്ങളെക്കാൾ, അള്ളാഹുവിന്റെ കൽപ്പനകളെക്കാൾ പിശാചിന്റെ ആ ഒരു ദുഷ്പ്രേരണക്ക് അത്രയും വലിയ ശക്തി ഉണ്ടായിരുന്നു. അവര് വശംവദരായി. അങ്ങനെ അവർ ആ തിന്മ ചെയ്തപ്പോ, അള്ളാഹു നിരോധിച്ച ആ കാര്യം ചെയ്തപ്പോ ആദ്യമായി അവർക്ക് സംഭവിച്ചത് എന്താ? വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖ ശജറത് ബദത് ലഹുമാ സൗആതിഹിമാ. ആ പഴം കഴിച്ചപ്പോ അവരുടെ തുണി ഉരിഞ്ഞ് അഴിഞ്ഞു പോവുക ചെയ്തത്. അവരുടെ തുണി അഴിക്കുക പിശാച് ചെയ്യുന്നത്. അവിടെ തുണി അഴിക്കുന്ന ഏർപ്പാടാ പിശാച് അവിടെ ഉണ്ടാക്കി കൊടുത്തത്. അവരുടെ ലജ്ജ, അല്ലെ, മനുഷ്യന്റെ ആദ്യ പിതാക്കളെയും മാതാപിതാക്കളെ പോലും പിശാച് അവരുടെ ലജ്ജാബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാ ശ്രമിച്ചത്. അവരുടെ നാണം
അവരുടെ രഹസ്യഭാഗങ്ങൾ അവർക്ക് വെളിവാക്കി കൊടുക്കുക. ഇന്ന് പിശാച് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. മനുഷ്യന്മാരുടെ, സ്ത്രീകളുടെ ഒക്കെ തുണി അഴിക്കുക. അവര് ഇട്ടിരിക്കുന്ന വസ്ത്രം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മൂടിപ്പൊതിച്ച് നടക്കുന്നത്? നിങ്ങളുടെ സുന്ദരമായ ശരീരം ആളുകൾക്ക് ആസ്വദിച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ വസ്ത്രം അഴിക്കുന്ന, അവരുടെ ലജ്ജാശീലം ഇല്ലാതാക്കി കളയുന്ന, അവരുടെ നാണം ഇല്ലാതാക്കുന്ന ഏർപ്പാടാ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വസ്ത്രധാരണ രീതി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഓരോ കാര്യത്തിലും, ഏത് വിഷയമാണെങ്കിലും പ്രിയമുള്ളവരെ, ഒരു ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ് ഞാനും. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആ ക്ലാസ്സിലേക്ക് കടന്നു ചെന്നാൽ, ഇപ്പൊ നമ്മുടെ നാടൊക്കെ പറഞ്ഞാല് 95% മുസ്ലിം സമുദായം ജീവിക്കുന്ന നാടാണ്. എന്നിട്ട് അത്തരത്തിലുള്ള ആ സ്ഥലത്ത്, ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളിൽ പോലും തലയിൽ മര്യാദക്ക് തട്ടമിടുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ 65ഓളം കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. 1-2 കുട്ടികൾ മര്യാദക്ക് മഫ്തിട്ടിട്ട്, യൂണിഫോമിലൊന്നും മഫ്തല്ലല്ലോ, യൂണിഫോം ഒക്കെ ഇപ്പൊ ഷാളായി മാറിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഷാള് മതി. മഫ്ത പണ്ടെങ്ങനെയായിരുന്നു യൂണിഫോം? ഒരു മഫ്ത ഉണ്ടാവും, എന്നിട്ട് ഒരു ഷാൾ ഇങ്ങനെ അല്ലെ മാറിലൂടെ പുതക്കാനുള്ള ഒരു ഷാളും കൂടി ഉണ്ടാവും യൂണിഫോമില്. ഇപ്പൊ ഒരൊറ്റ ഷാളായി ചുരുങ്ങിയിട്ടുണ്ട്. ആ ഷാൾ എന്നെ പിന്നു കുത്തുന്ന കുട്ടികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് മര്യാദക്കൊന്ന് പിന്നുകുത്തി അത് അവിടെ നിൽക്കേണ്ടി വരുമല്ലോ വൈകുന്നേരം വരെ. എന്നാ പിന്നുകുത്തിയിട്ടില്ലെങ്കിൽ അവനാന്റെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴും തോളിലൂടെ, കഴുത്തിലൂടെ, അല്ലെങ്കിൽ അവിടുന്ന് ഒന്നും ഇല്ലാത്ത വിധത്തിലോ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ. നമ്മുടെ മുസ്ലിം കുട്ടികളുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് നമ്മൾ ഭയത്തോടുകൂടെ കാണണം. മറ്റൊരുപാട് നമ്മുടെ സമുദായത്തിലെ ഒരുപാട് കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമുഅയോ മലയാളത്തിലുള്ള മനസ്സിലാകുന്ന ഭാഷയിൽ ഉപദേശ നിർദ്ദേശങ്ങളോ കേൾക്കാത്ത ഭൂരിഭാഗം വരുന്ന മഹല്ലുകളിൽ നിന്ന് ഇറങ്ങുന്ന ഇത്തരം മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആൺകുട്ടികളുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഒരു മടിയില്ലാത്ത കാലഘട്ടം ഈ നമ്മുടെ നാടുകളിൽ പോലും. ഈ അടുത്ത് ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു അമുസ്ലിം പെൺകുട്ടി ഒരു ക്ലാസ്സിലെ മറ്റൊരാൺകുട്ടിയുടെ ബൈക്കിൽ പോയത് മറ്റേതോ കുട്ടികൾ അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് ടീച്ചർ രക്ഷിതാവിനെ വിളിച്ചിട്ട് ആ വിവരം പറഞ്ഞു. നിങ്ങളുടെ മോള് വേറൊരു കുട്ടിന്റെ ബൈക്കിലാണ് പോയത് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ അമ്മ തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ? ആ മോന് ലൈസൻസ് ഒക്കെ ഉണ്ടോന്ന് അറിയില്ല അല്ലെ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആ അമ്മ. അപ്പോ രക്ഷിതാക്കള് പോലും ആ വിധത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി ഒരു നേരനുഭവം പറഞ്ഞതാ ഞാൻ. ആലോചിച്ചു നോക്കണം പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ആധുനിക സാഹചര്യവും കാലഘട്ടവും ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കുത്തൊഴുക്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾ ഈ കുത്തൊഴുക്കിൽ പെട്ടുകൂടാ എന്നുള്ളതാണ്. പിശാചിന്റെ ഏറ്റവും മോശപ്പെട്ട ഈ ഏർപ്പാടിലേക്ക് നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ആ രൂപത്തിലേക്ക് മാറാൻ പാടില്ല. മുഴുവൻ ഒഴുക്കിനനുകൂലമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു നിൽക്കാനും ആ മാർഗത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനും മുസ്ലിം കുടുംബങ്ങൾക്ക് കഴിയണം. നമ്മൾ പോലും, മുജാഹിദുകളായിട്ടുള്ള നമ്മൾ പോലും ആ രംഗത്ത് അലംഭാവവും അലസതയും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ള സമുദായത്തെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കളിൽ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതിലപ്പുറം വേറൊരു പരിഹാരവും ഇതിനില്ല.
അല്ലെ? ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ച് ഉപദേശിക്കുന്ന ഒരുപാട് ഉപദേശങ്ങളിൽ എല്ലാം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് തോന്നുക മക്കളെ, ഇത്രയും ചെറിയ കുട്ടികളൊക്കെ ഉപദേശിക്കേണ്ട ഉപദേശമാണോ ഇത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ വളരെ ഗൗരവപ്പെട്ട കനപ്പെട്ട വിഷയങ്ങളാ അദ്ദേഹം തന്റെ പൊന്നുമോനെ വിളിച്ച് ഉപദേശിക്കുന്ന. ആ കൂട്ടത്തിൽ ഒന്ന്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എന്റെ പൊന്നുമോനെ, ഒരു ചെറിയ കാര്യം അതെത്ര നിസ്സാരമാണെങ്കിലും ശരി, കടുകുമണിയോളം നിസ്സാരമാണെന്ന് വിചാരിക്കുക. അത് ആകാശത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പാറക്കെട്ടിനുള്ളിൽ വെച്ചോ നീ ചെയ്തതാണെങ്കിൽ പോലും ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിലും ഖിയാമത്ത് നാളിൽ, പരലോകത്ത് മഹ്ശറിൽ, വിചാരണാ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ആളുകളുടെ മുമ്പിൽ കൊണ്ടുവരും കേട്ടോ. നിന്നെ സ്നേഹിച്ചു കൊണ്ടിരുന്ന നിന്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിന്നെ ബഹുമാനിച്ചിരുന്ന ഒരുപാട് ആളുകൾ, അവരെല്ലാവരും കാണുന്ന വിധത്തിൽ ആ തിന്മ അവരുടെ മുമ്പിൽ ഹാജരാക്കും, എല്ലാവർക്കും ദൃശ്യമാകും. അപ്പൊ അള്ളാഹുവിനെ കാണാതെ എവിടെ വെച്ചും നിനക്കൊരു തിന്മയും ചെയ്യാൻ സാധ്യമല്ല എന്ന് സ്വന്തം മകനെ ഉപദേശിക്കുകയാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വളർന്നു വരുന്ന യുവാക്കൾക്ക് വലിയ പാഠം നൽകുന്നുണ്ട്. സഹോദരന്മാരെല്ലാവരും കൂടിയിട്ട് കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഭാഗ്യവശാൽ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ ആ യൂസുഫ് എന്ന പിഞ്ചു കുഞ്ഞിനെ പൊക്കിയെടുത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോ അവൻ പിന്നെ എത്തിപ്പെടുന്നത് ഒരു രാജകൊട്ടാരത്തിലാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും അവന്റെ സഹോദരന്മാരോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ആഡംബരമായ ആ കൊട്ടാര ജീവിതത്തിൽ അവൻ എത്തിപ്പെടുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവിടെ വെച്ച് ആ കൊട്ടാരത്തിലെ മഹദി രാജ്ഞി ഈ സുന്ദരനായ സുമുഖനായ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. ആരും അറിയില്ലെങ്കിലും ആരും കാണില്ലെങ്കിലും കൊട്ടാരത്തിന്റെ കാവൽക്കാർ ഉള്ള ഒരു റൂമിനകത്ത് വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് യൂസുഫിനെ ഈ രാജ്ഞി വിളിക്കുന്നു, ഹൈത്തലക്, ഇങ്ങോട്ട് വാ യൂസുഫേന്ന്. പക്ഷേ ആ യൂസുഫ് ഈ വിളി കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്, പേടിച്ച് വിറക്കുകയാണ്. അള്ളാഹുവിനോട് പറയുന്നു, മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ, അള്ളാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ നിസ്സഹായനാണ്, എനിക്കൊരു കഴിവില്ല ഇവരുടെ മുമ്പിൽ, അതുകൊണ്ട് നീയാണ് രക്ഷ. പടച്ച റബ്ബേ, നീയാണ് എനിക്ക് ഈ സുഖ സൗകര്യങ്ങൾ ഒരുക്കിയത്, നിന്നെ ഞാൻ ഒരിക്കലും വഞ്ചിക്കുകയില്ല, നീ എല്ലാം അറിയുന്നവനാണ്, നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്തിനാ? എന്നിട്ട് ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് കുറ്റം ആരോപിച്ചുകൊണ്ട് ഇവനാണ് കുറ്റക്കാരൻ, അവൻ രാജ്ഞിയെ വശീകരിക്കാനും വ്യഭിചരിക്കാനും ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആ പാവം യൂസുഫിനെ ജയിലിൽ അടക്കപ്പെടുന്നു. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജയിലിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് പ്രിയമുള്ളവരെ. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. ഖാല, അദ്ദേഹം പറയുകയാണ്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി, പടച്ച റബ്ബേ എനിക്ക് ഈ ജയിലാണ് സന്തോഷം, എനിക്ക് ഈ ജയിലാണ് ഇഷ്ടം, ഏതിനേക്കാൾ? മിമ്മാ തദഊനനി ഇലൈഹി, ആ പെണ്ണ് എന്നെ ക്ഷണിച്ച ആ കർമ്മത്തെക്കാൾ, ആ നീചമായ പ്രവൃത്തിയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നാഥ ഈ ജയിലറയാണ്. സൗകര്യങ്ങളില്ലെങ്കിലും വെളിച്ചമില്ലെങ്കിലും ആഡംബരമില്ലെങ്കിലും വിഭവങ്ങളില്ലെങ്കിലും ശരി, എനിക്ക് ഈ ജയിലാണ് ഇഷ്ടം. എന്തു പറയാം? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു വീണ്ടും അദ്ദേഹത്തിന് ഉയർച്ചയും മോചനവും നൽകുകയാണ്, പദവികൾ നൽകുകയാണ് ഈ ദുനിയാവിൽ തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക്, മക്കൾക്ക്
നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു. ആരും അറിയില്ല, ആരും കാണാൻ പോകുന്നില്ല, ഒരിക്കലും ഇത് പുറത്തറിയില്ല എന്ന് വിചാരിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ മാത്രം ഓർത്ത് ലജ്ജിക്കാൻ, ആ തിന്മ ചെയ്യാനുള്ള ലജ്ജ ഒന്നുമില്ലെങ്കിൽ അള്ളാന്റെ മലക്കുകൾ നമ്മുടെ കാവൽക്കാരായിട്ടില്ലേ? കിറാമൻ കാതിബീൻ, അവര് മാന്യന്മാരായ എഴുത്തുകാരാ. ഇന്ന അലൈക്കും ലഹാഫിളീൻ, അവർ നിന്റെ സൂക്ഷിപ്പുകാരാണ്. എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ മലക്കുകൾ അവര് മാന്യന്മാരാ. അവരെ കാണുന്നു എന്നതെങ്കിലും ആലോചിച്ചുകൊണ്ട് ലജ്ജിക്കാൻ. യഅലമു ഖായിനത്തൽ അയ്യുൻ, എല്ലാ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും അറിയുന്ന പടച്ച റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം, അങ്ങനെയുള്ള ഒരു ലജ്ജാബോധം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു സമുദായം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുടുംബം, ആ വീട്ടിലുള്ള ഒരു അംഗം അങ്ങനെയുള്ള ഒരാളായി തീരാൻ, അതാണ് മുസ്ലിം എന്ന് പറയുന്നത്, അതാണ് മുഅ്മിൻ എന്ന് പറയുന്നത്, അതാണ് മുത്തഖി എന്ന് പറയുന്നത്. ആ രൂപത്തിലേക്ക് നമ്മൾ മാറിയാൽ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മാറിയാൽ, കുടുംബം മാറിയാൽ, തീർച്ചയായും ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം ലോകത്തെവിടെയും നമുക്ക് ലഭിക്കൂല. അങ്ങനെയുള്ള വീടാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ. നമ്മൾ ഏത് ഭാഗത്ത് പോയാലും അങ്ങനെയുള്ള ആ വീട് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകൂല. ഇന്ന് കടപ്പാടുകളില്ലാത്ത, ആരോടും ബാധ്യതകളില്ലാത്ത ഒരവസ്ഥയാണ് പ്രിയമുള്ളവരെ. ആർക്കും നമ്മുടെ സഹകരണങ്ങൾ നൽകാനോ ആർക്കും നമ്മുടെ സൗകര്യങ്ങൾ പങ്കുവെക്കാനോ മനസ്സില്ലാത്ത ഒരു സമുദായമാണ് വളർന്നു വരുന്നത്. മക്കളുടെ കാര്യമൊക്കെ ആലോചിച്ചാലും അങ്ങനെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ. എന്നാൽ നമ്മൾ എങ്ങനെ വളർന്നു വന്നു, നമ്മൾ എങ്ങനെ ജനിച്ചു, ഈ സൗകര്യങ്ങൾ നമുക്കെങ്ങനെ കിട്ടി? ലിബറലിസത്തിന്റെ ഭാഗമായി ഞാൻ പ്രസവിക്കുകയില്ല എന്ന് പറയുന്ന ഒരു പെണ്ണ് ഏത് ഗർഭപാത്രത്തിലാ വളർന്നു വന്നത്? എങ്ങനെ ഈ ഭൂമിയിൽ രണ്ട് കാലുകുത്തി അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നാലോചിക്കണ്ടേ? അവരുടെ ഉമ്മയും അവളുടെ വാപ്പയും ആ രൂപത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് ജീവിതം തന്നെ ഉണ്ടോ? അല്ലേ? ആലോചിച്ചു നോക്കണം. അതൊക്കെ മറന്നിട്ടാ കഴിഞ്ഞുപോയതോ അല്ലെങ്കിൽ പിന്നിലുള്ളവരെയോ ഒക്കെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് എന്നെ ആരും നിയന്ത്രിക്കേണ്ടതില്ല, ഞാൻ തോന്നിയതുപോലെ പ്രവർത്തിക്കും എന്ന് പറയുന്ന എത്രയോ ആളുകളെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, അർഹാം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. എന്താ അർഹാം? അർഹാമിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഗർഭപാത്രത്തിന് അർഹാം എന്ന് പറയും, മറ്റൊന്ന് കുടുംബ ബന്ധത്തിന് അർഹാം എന്ന് പറയും. ഉമ്മാന്റെ ഗർഭപാത്രത്തിനും കുടുംബ ബന്ധത്തിനും അള്ളാഹു ഇട്ടത് ഒരേ പേരാ. അത് ഏത് പദത്തിൽ നിന്നുണ്ടായതാ? റഹ്മത്തിൽ നിന്നുണ്ടായതാ. കാരുണ്യം, കരുണ എന്നാണ്. എന്താ ഗർഭപാത്രത്തിന് അള്ളാഹു ഈ കരുണയുമായി ചേർത്ത അല്ലെങ്കിൽ കുടുംബ ബന്ധവുമായി ചേർത്ത പേരിടാനുള്ള കാരണമെന്ന് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താ? ഉൾക്കൊള്ളാനുള്ള കഴിവാണ്. എന്തിനേയും ഉൾക്കൊള്ളാനുള്ള കഴിവാണ് ആ ഗർഭപാത്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് യോജിക്കാത്തത് എന്തെങ്കിലും അകത്തേക്ക് ചെന്നാൽ നമ്മൾ ഛർദ്ദിക്കൂലേ, അല്ലെങ്കിൽ വയറ്റിന്ന് പോകും. എന്തിനേറെ ഒരു ചെറിയ മുള്ളൊരു കാലിൽ തറച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ എടുത്തില്ല, അത് അലസമായി അശ്രദ്ധമായി വിട്ടുകളഞ്ഞ പിറ്റേ ദിവസം അവിടെ പഴുക്കും. എങ്ങനെങ്കിലും അത് പുറത്തെടുത്തേ മതിയാകൂ. ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉമ്മാന്റെ ഗർഭപാത്രം നോക്കൂ നിങ്ങൾ. 1 ഗ്രാം പോലും അല്ലെങ്കിൽ മില്ലിഗ്രാം പോലും ഇല്ലാത്ത ആ മുള്ളിനെ നമ്മുടെ ശരീരം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രം 1 കിലോ 2 കിലോ 3 കിലോ വരെ തൂക്കമുള്ള, അതിലപ്പുറം തൂക്കമുള്ള മനുഷ്യ കുഞ്ഞിനെ ഉൾക്കൊള്ളുകയാണ് ഗർഭപാത്രം. അർഹാം എന്ന പദം അത്രയും കരുണയുള്ളതാണ് ഉമ്മ എന്ന് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയും. എന്നിട്ട് ആ മാതാപിതാക്കളെയാണ് അവഗണിക്കുന്നത്. ആ മാതാപിതാക്കളോട് എനിക്കൊരു കടപ്പാടില്ല എന്ന് പറയുന്നത്. അവരെയാണ് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്നത്. പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ചിന്തിക്കുക. അതുകൊണ്ട് നല്ലൊരു വീടും നല്ലൊരു കുടുംബവുമായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ അതിന് മുൻകൈയെടുക്കുക. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉത്ബോധന ക്ലാസുകളും പ്രഭാഷണങ്ങളും നടക്കുന്നത്. ആലോചിക്കുക. ഇവിടെ ഇതുപോലെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ ഇതിന്റെ പിന്നിലുള്ള ആളുകൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ടും എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കൾക്ക്
നമ്മൾ പരമാവധി അവർക്ക് കിട്ടാനുള്ള അവസരങ്ങളൊക്കെ, മതബോധം, ദീനീബോധം കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അത് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. മദ്രസ വിദ്യാഭ്യാസം വളരെ വളരെ അപര്യാപ്തമാണ് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു കാര്യത്തിന്. നമ്മൾ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഉള്ള മതപഠനം കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെയുള്ള അവസരങ്ങൾ മാത്രമാണ് നമ്മുടെ കുടുംബത്തിന് സംസ്കാര സമ്പന്നരായി ജീവിക്കാൻ ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് സംസ്കാരത്തോടുകൂടി വളരാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് മാത്രമാണുള്ളത്, ഇതുപോലെയുള്ള സംഗതികളാണുള്ളത്. പക്ഷേ ഇതിന് നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുകൾ ഇത്ര ശ്രദ്ധയോടുകൂടി ഇതിന് കാണുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ുള്ള സഹോദരീ സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുക എന്നതല്ല, ഇതിനൊക്കെ പരിഹാരം എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവും അറിവുമുള്ള കുടുംബം, അങ്ങനെയുള്ള മാതാപിതാക്കൾ, അതോടൊപ്പം പരലോകത്തെക്കുറിച്ച് ഭയപ്പെടുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമൂഹം, കുടുംബം ഉണ്ടായിത്തീരുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി. മുമ്പത്തെ പോലെയൊന്നുമല്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഈ അവസാന കാലഘട്ടത്തിൽ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു ശ്രമകരമായ ജോലി തന്നെയാണ്. വലിയ സുഖവും ആശ്വാസകരവുമായ സംഗതിയല്ല. റസൂല് ഉദാഹരണം പറഞ്ഞത്, തന്റെ കയ്യിന്റെ ഉള്ളനടിയിൽ ഒരു തീക്കനൽ മുറുക്കി പിടിക്കുന്നവനെ പോലെ പ്രയാസമാണ് ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അവസാന കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും നമ്മുടെ മക്കളിൽ, നമ്മുടെ കീഴിലുള്ള ആളുകളിൽ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഉള്ള ബോധം ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയൊക്കെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾക്ക് അവസരം ലഭിക്കുമോ ആ വിധത്തിലൊക്കെ നമ്മൾ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്ന ചിന്തയും ബോധവും. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ ഖിയാമത്ത് നാളിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന ചിന്തയും സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം അവരുടെ അഭയസ്ഥാനമായിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നന്മയുള്ള ഒരു വീടും കുടുംബവും സമാധാനവും ആശ്വാസത്തിന്റെയും കേന്ദ്രമായി നമ്മുടെ വീടുകൾ മാറണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എന്ത് പരിശ്രമങ്ങൾ നടത്തുമ്പോഴും അതിന്റെ കൂടെ നമുക്കുണ്ടായിരിക്കേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടിയാണ്. നമുക്കറിയാം, വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകണം. ഖുർറത അയുൻ, കൺകുളിർമ നൽകണം പടച്ച റബ്ബേ. മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെല്ലാവരെയും നീ ഭയഭക്തന്മാരായ ആളുകളുടെ മുന്നിൽ നിൽക്കാൻ പ്രാപ്തരായിട്ടുള്ള, അവകാശമുള്ള, അർഹതയുള്ള, യോഗ്യതയുള്ള, അഥവാ മുത്തഖീങ്ങളായ ആളുകൾക്ക് പോലും നേതൃത്വം നൽകുന്ന, ഇമാമാകുന്ന, ഇമാം എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ നിൽക്കുന്ന ആള് മാത്രല്ല, മുന്നിൽ നിൽക്കുന്ന മാതൃകയാകുന്ന ആളുകളായി തീർക്കണം ഞങ്ങളുടെ മക്കളെല്ലാവരെയും നാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിലും മക്കളെ കിട്ടാതായിട്ട് അതുവരെയും അദ്ദേഹം പ്രാർത്ഥിച്ചത് പടച്ചോനെ ഒരു കുട്ടിയെ തരണം എന്നല്ല, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊണ്ട് റബ്ബേ എന്നാണ്.
അതിലൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിട്ടില്ല. അത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം നമ്മളോട് എടുത്തു പറയാണ്. വവസ്വാബിഹ ഇബ്രാഹിമു ബനീഹി വ യാക്കൂബ്. യാക്കൂബ് നബിയുടെ കാര്യം നോക്കിയാലും ഇബ്രാഹിം നബിന്റെ കാര്യം നോക്കിയാലും അവസാനം മരിക്കുന്ന സമയത്ത് മക്കൾ എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട്, ആരാ മക്കൾ പറയുമ്പോ പ്രവാചകരാണ്. ഇബ്രാഹിം നബിയൊക്കെ മരിച്ചു പോകുമ്പോ മകൻ ഇസ്ഹാഖും ഇസ്മായിലും ഒക്കെ നബിയാണ്. എന്നിട്ട് ആ നബിമാരായിട്ടുള്ള മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവര് വസിയത്ത് കൊടുക്കുകയാണ്. മാ തഅബുദൂന മിൻ ബഅദീന, ആരാധനയുടെ വിഷയത്തിൽ ഞങ്ങളുടെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? അവരെല്ലാരും ഉറപ്പിച്ചു പറഞ്ഞു, പിതാവേ, ഞങ്ങളുടെ പൊന്നുപ്പ, ഞങ്ങള് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. നിങ്ങൾ ആരാധിച്ച ആ അള്ളാഹുവിനെ, നിങ്ങളുടെ പൂർവ്വപിതാക്കളായ പ്രവാചകന്മാർ ആരാധിച്ച ആ അള്ളാഹുവിനെ മാത്രമേ, നിങ്ങൾ ഒന്നും പേടിക്കാതെ നിങ്ങൾ കണ്ണടച്ചോളൂ എന്ന് സമാധാനത്തോടുകൂടെ പറയുന്ന മക്കളും ആ സമാധാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന രക്ഷിതാക്കളും ആയി തീരണം. നമ്മൾ അതിനനുസരിച്ചുള്ള പണി നമ്മൾ എടുക്കണം. അതിനനുസരിച്ചുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. വളരെ വിലപ്പെട്ട ഈ സമയത്ത് കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും ജീവിതത്തിൽ നമ്മൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഇതൊരു കുടുംബ വിജ്ഞാന സദസ്സ് എന്ന നിലക്ക് അനിവാര്യമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനേക്കാൾ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളുകയും ഇത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ എന്റെ അധ്വാനവും നമ്മൾ ചെലവഴിച്ച ഈ സമയവും അള്ളാഹുവിന്റെ അടുക്കൽ അനുഗ്രഹീതമായ പുണ്യം ലഭിക്കുന്ന പ്രതിഫലാർഹമായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ സമാധാനവും സന്തോഷവും ഈ ലോകത്തും മരിക്കുന്ന സമയത്തും മരണത്തിന് ശേഷമൊക്കെ നല്ല കുളിർമയോടുകൂടെ കൺകുളിർമയോടുകൂടെ കണ്ണടച്ചു പോകുന്ന, ലോകത്തുനിന്ന് വിട പറയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും, നാട്ടിനും നാട്ടുകാർക്കും സമൂഹത്തിനൊക്കെ മാതൃക കാണിക്കുന്ന, മുന്നിൽ നിൽക്കുന്ന, എല്ലാ നന്മയിലും താല്പര്യം കാണിക്കുന്ന വിധത്തിലുള്ള വളർന്നു വരുന്ന തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്കും അങ്ങനെയുള്ള തലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും വീട്ടിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹുവിന്റെ എല്ലാവിധ തൗഫീഖും നമുക്ക് അവൻ ചൊരിഞ്ഞ് തെരുമാറാവട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا